ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു കോയമ്പത്തൂർ വരെ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഞാനാണെങ്കിൽ ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നതാണ്. അപ്പം എൻ്റെ ശേഷാരനാണ് പറഞ്ഞത്, കിച്ചുവാണ് പറഞ്ഞത്, ട്രെയിൻ വേണ്ട മാമ, നമുക്ക് കാറിലങ്ങ് പോയാലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കാറിലാക്കിയത്. ഇങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഏകദേശം വെഞ്ഞാറമൂട് MC റോഡ് വഴിയാണ് പോയത്. കാരണം NH വഴി പോകുമ്പോഴത്തേക്ക് ഇവിടെ മുഴുവൻ പണി കിടക്കണതുകൊണ്ട് ഞങ്ങൾ MC റോഡ് വഴിയാണ് പോണത്. ഇപ്പോൾ MC റോഡ് വഴി പോയപ്പോഴത്തേക്ക് അങ്ങനെ MC റോഡ് വഴി തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ച് നേരെ വെഞ്ഞാറമൂട്, ഇവിടെ പോത്തങ്കോട് വഴി വെഞ്ഞാറമൂട് എത്തിയപ്പോഴത്തേക്ക് ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മഴ അവിടെ നിന്ന് തുടങ്ങിയ മഴ ഏകദേശം തൃശ്ശൂർ കടന്ന് പാലക്കാട് അതിർത്തി എത്തിയപ്പോൾ അതുവരെ അസാധ്യ മഴയായിരുന്നു. ഞങ്ങൾ സ്പീഡൊക്കെ കുറച്ച് വലിയ സ്പീഡൊന്നും എടുക്കാതെ അങ്ങനെ പോവുകയാണ്. കാരണം അത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാൽ മഴയത്ത് ഡേഞ്ചറാണ്. എന്നാലും ഞങ്ങൾ അത്യാവശ്യം സ്പീഡുണ്ടായിരുന്നു. വെളുപ്പാൻ രാവിലെ 3 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങണത്. 3 മണിക്ക് ഇറങ്ങി ഇങ്ങനെ ഇപ്പം നമ്മൾ ഇത് കാണുന്ന കൊച്ചി എത്തിയ, അതായത് MC റോഡ് വഴി നേരെ കോട്ടയം എത്തണ്ട, അതിന് മുമ്പ് കോട്ടയത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു സിമൻറ്റ് ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് തിരിഞ്ഞ് നേരെ പോയി കയറുന്നത് കൊച്ചിയാണ്. കൊച്ചി എത്തിയിട്ടാണ് ഉള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് കൊച്ചി മെട്രോ ആണ്, കടന്നു പോകണ മുകളിലെ പാലം. അതായത് നേരെ കാണുന്നത് അതിൻ്റെ അടിയിൽ മെട്രോ സ്റ്റേഷനാണ്. അല്ലേ, ഇത് മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞ് നിങ്ങൾ അങ്ങനെ പോവുകയാണ്. പോയി ഞങ്ങൾ നല്ല മഴയത്ത് ഭയങ്കര ട്രാഫിക് ബ്ലോക്കും ഒക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് ദൂരം പോയപ്പോഴത്തേക്ക് തന്നെ വേണ്ടേ ഇവിടെയൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയിട്ട് പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു ഭയങ്കരപ്പെട്ട ട്രാഫിക് ബ്ലോക്കൊക്കെ കിടന്ന്, പിന്നെ അതിനൊക്കെ ശേഷം ഈ മഴ പെയ്ത് അറിയാമല്ലേ, മൊത്തത്തിൽ വണ്ടിയൊന്നും പോകുന്ന ഇഞ്ചിനിഞ്ച് അനങ്ങൂല. അങ്ങനെ ഞങ്ങൾ കൊച്ചി കഴിഞ്ഞ് ഏകദേശം തൃശ്ശൂർ അടുപ്പിച്ചായി. ആലുവ കഴിഞ്ഞ് തൃശ്ശൂർ നിന്നാണ് പിന്നെ ഇവിടെ പാലക്കാട് നിന്ന് ഒരു 45. നല്ല മഴ. ഇത് മെട്രോ സ്റ്റേഷൻ തിരുവനന്തപുരം മുതൽ ഇപ്പോൾ നമ്മൾ കൊച്ചി ആലുവ പൊയ്ക്കൊണ്ടിരിക്കണം. ആലുവ വരെ മഴ കേരളം ഫുള്ള് മഴയാണ്. ഇങ്ങോട്ട് പാലക്കാട്, തമിഴ്നാട്, കോയമ്പത്തൂരൊക്കെ ഇറങ്ങുമ്പം കാണും എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത്ര നേരം വലിയ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. ഇതുവരെ എത്തി. കിച്ചുവാണ് ഇത്ര നേരം ഓടിച്ചത്. കിച്ചു വേണ്ട ബാക്കിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഇവിടെ കിടന്ന് ഉറങ്ങണം. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരെ വളരെ പാടുപെട്ട് തന്നെ പോണത്. അത് കഴിഞ്ഞാൽ അതാണ്ടല്ലേ റോഡ് കണ്ടല്ലേ, 3 വരി പാതയാണല്ലോ, അടിപൊളി റോഡാണ്. അടിപൊളി റോഡെന്ന് പറഞ്ഞാൽ 100-ലൊക്കെ ചവിട്ടി വിടാം. പക്ഷെ 80 ആകുമ്പോഴത്തേക്ക് അവിടെ ബെല്ലടിക്കും, നമുക്ക് വാണിംഗ് അലാറം തരും 80 ആയെന്ന്. കാരണം പറഞ്ഞാൽ അവിടെ ഇവർ മറ്റേ AI ക്യാമറ വെച്ചിട്ടുണ്ട്. AI ക്യാമറ വെച്ചത് കാരണം നമുക്ക് 80-ന് മേലെ പോയി കഴിഞ്ഞാൽ, നമുക്ക് 80 അലോഡ് പറഞ്ഞിട്ടുള്ളത്. 80-ന് മേലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫൈനാണ്. അപ്പോൾ ഓരോ AI ക്യാമറ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും, 80-ന് താഴെ വിടും. അത് കഴിഞ്ഞപ്പോൾ ഒന്ന് പുഷ് ചെയ്യുമ്പോഴത്തേക്ക് 100-ന് മേലെ അങ്ങ് പോകും. 100-ന് മേലെ പോയി അപ്പം നമുക്ക് എങ്ങനെയാലും 1 മണിക്ക് കോയമ്പത്തൂർ ചവിട്ടണം എന്നാണ് നമ്മളെ പ്ലാൻ. വെളുപ്പിലെ 3 മണിക്ക് വിട്ടാൽ കുറേ ദൂരം നമുക്ക് ഓടിച്ച് പോവാം. കാരണം അതായത് കൊച്ചിയൊക്കെ ഒരു 9 മണിക്ക് മുമ്പ്, ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കൊച്ചി പോയി കയറും. കൊച്ചിയിൽ നിന്ന് പിന്നെ നമുക്ക് എങ്ങനെ പോയാലും ഇടയ്ക്കൊക്കെ നിന്ന് കാപ്പ് ഓടിച്ച് ചോറ് കഴിച്ച് ബാത്റൂമിലൊക്കെ പോയി പെട്രോൾ അടിച്ചൊക്കെ പോകുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും നമുക്ക് 1 മണിയാകുമ്പോഴത്തേക്ക് കോയമ്പത്തൂർ പിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് വിട്ട് കഴിഞ്ഞതാ കണ്ടില്ലേ, ഒരു ഒറ്റ ബ്ലോക്ക് കട്ടറ ഒന്നും കാണില്ല. വിശാലായിട്ട് അടിച്ച് വിട്ട് 100-125 വിട്ടടിച്ച് പോവാം. പറയുമ്പോൾ വാളയാറെത്തും.
ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് പോയിട്ട് ഏകദേശം 1 മണിക്ക് ചവിട്ടണമെന്നാണ്. പക്ഷേ 1 മണിക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ പെട്രോൾ അടിക്കുകയും പിന്നെ ബാത്റൂമിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് ലേറ്റാവും. പിന്നെ കാപ്പി കുടിക്കാനൊക്കെ ഇറങ്ങും. പിന്നെ കുറച്ചൊക്കെ ഒന്ന് അങ്ങനെ റെസ്റ്റിങ്ങൊന്നുമില്ല. 2 പേർക്കും ഓട്ടിക്കാൻ അറിയാമെന്നുള്ളതുകൊണ്ട് ഒരാൾ ഓട്ടിക്കുമ്പോൾ ഒരാൾ ഇരിക്കും. അപ്പം എനിക്കാണെങ്കിൽ ഉറക്കം പറ്റില്ല. അപ്പം ഞാൻ എന്തെങ്കിലും സംസാരിച്ച് സംസാരിച്ച് ഇരിക്കുന്ന കാരണം രണ്ടുപേരും ഉറങ്ങില്ല. ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഓട്ടിക്കാൻ പറ്റും. രണ്ടുപേരും ഉറങ്ങാത്തതുകൊണ്ട് ഒരുപോലെ ഓട്ടിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഉറങ്ങുമ്പോഴത്തേക്ക് ഒരാൾ ഓട്ടിക്കണമെന്നാണ്. പക്ഷേ എനിക്ക് ഉറക്കം വരാത്തതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം ഓട്ടിക്കുന്ന ആൾക്കാർക്ക് ഒരു ഉറക്കം വരില്ല. നല്ല അടിപൊളി റോഡല്ലേ, നല്ല വിട്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചെറിയൊരു ഉറക്കമൊക്കെ വന്നാൽ പിന്നെ നമ്മൾ വിചാരിക്കണതൊന്നും കാര്യം നിൽക്കില്ല. അപ്പം അങ്ങനെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ നമ്മൾ കാറിൽ ഇങ്ങനെ പോവുകയാണ്. കിയ സെൽറ്റോസാണ്. ഓട്ടിക്കാനൊക്കെ നല്ല സുഖിച്ചൊരു കാറാണ്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ കാറ് വീട്ടിൽ ഇട്ടിട്ട് എൻ്റെ അനിയൻ്റെ കാറിലാണ് പോണത്. എൻ്റെ അനിയൻ്റെ കാറിൽ കുറച്ചുകൂടെ ഒന്ന് സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലവും നല്ല ഓട്ടിക്കാൻ നല്ല സുഖം, ഇരിക്കാൻ നല്ല കംഫർട്ടായിട്ടുള്ള, ഓട്ടിക്കാൻ നല്ല കംഫർട്ട് വണ്ടി കിയ സെൽറ്റോസ്. ഇങ്ങനെ നമ്മൾ അടിച്ച് പൊളിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും കൂടെയൊക്കെ ഒരു യാത്രയൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യണം. ചുമ്മാ വീട്ടിൽ അടഞ്ഞുകൂടി ഈ കാണുന്ന കുതിരാൻ തുരങ്കമാണ്. വേണ്ട കുതിരാൻ ഏകദേശം 1 കിലോമീറ്ററിന് അടുപ്പിച്ച് കുതിരാൻ തുരങ്കം. അത് വലിയ പാറയാണ്. വലിയ പാറ തുരന്നിട്ടാണ് കുതിരാൻ തുരങ്കം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഭയങ്കര വലിയൊരു പാറ തുരന്നാണ്. ഈ 2 സൈഡിൽ ഇങ്ങനെ ഇതുപോലെ തന്നെയാണ് മറു സൈഡിലും ഉണ്ട്. ഒരു സൈഡിൽ 955 മീറ്ററും ഒരിടത്ത് 954 മീറ്ററായിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇത് പണിയാൻ തന്നെ എത്രയോ വർഷം എടുത്ത്. കുതിരാൻ തുരങ്കം വളരെ ശ്രമകരമായ പാറ തുരന്ന് ഉള്ള ഒരു നമ്മളെ കേരളത്തിൽ വെച്ച് ആദ്യത്തെ ഒരു തുരങ്കമാണ് കുതിരാൻ തുരങ്കം എന്ന് പറയുന്നത്. കേരളത്തിൽ ആദ്യമാണ്. 900 മീറ്റർ. ഇതിനേക്കാളമൊക്കെ വലിയ വലിയ ഗുഹകൾ വേറെ ഉണ്ട്. കണ്ടില്ലേ, നല്ല ലൈറ്റുകളൊക്കെ സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്ത് അതിമനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ ഒരുപാട് ക്യാമറാസ് വെച്ചിട്ടുണ്ട്. അതായത് വണ്ടി വന്നാലും അതിനെ തട്ടേ മുട്ടേ അവിടെ വഴിയിൽ നിന്ന് അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. ഇന്നാൽ അപ്പം തന്നെ അവർ അവിടെ നിന്ന് പറഞ്ഞു വിടും, പോലീസ് വരും. കുതിരാൻ തുരങ്കമെല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ പാലക്കാട് പ്രവേശിച്ച്. പാലക്കാട് പ്രവേശിച്ചപ്പോൾ നമ്മളവിടെ ഒരു പെട്രോൾ പമ്പിലേക്ക് കയറി. പെട്രോൾ അടിക്കാൻ കയറിയപ്പോഴത്തേക്ക് അവിടെ നല്ലൊരു കാഴ്ചയുണ്ട്. സീനറിയാണ്. സീനറി അല്ല, ഒരു നല്ല കാണാൻ ഒരു സീനറി പോലെ തന്നെ ഒരു വലിയൊരു മലയും ആ മലയോട് ചേർന്ന് തൊട്ട് നിൽക്കുന്ന ഒരു മേഘപാളികളും മഞ്ഞും എല്ലാം കൂടി കൊണ്ട് മനോഹരമായ ഒരു സ്ഥലം നമ്മളവിടെ കണ്ട്. അപ്പോൾ അത് എടുക്കാതിരിക്കാൻ പറ്റിയില്ല മൊബൈലിൽ. അങ്ങനെ അതൊക്കെ എടുത്ത് അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പെട്രോളൊക്കെ അടിച്ച് അവിടെ നിന്ന് ഒരു വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ച് അവിടെ തിരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ അടിപൊളി റോഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. അത്ര നമ്മൾ വഴിയിലൊന്നും അങ്ങനെ നമുക്കൊരു ബോറടിയോ ഒന്നും കാണില്ല. എന്ന് വെച്ചാൽ ഈ ചവിട്ടി ഉപ്പാട് വരില്ല. പിന്നെ അവിടെ ടോള് മാത്രമുണ്ട്. ടോള് നമുക്ക് ഫാസ്റ്റാഗുള്ളതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷ് അങ്ങ് പൊയ്ക്കോളും. 40 രൂപ, 50 രൂപ, 70 രൂപ ഇങ്ങനെ പല രീതിയിലാണ് ടോൾ. അത് കൊച്ചിയിൽ നിന്ന് ഒരു 5 ടോൾ വരെ ഉണ്ട് പാലക്കാട് വരെ. പിന്നെ പാലക്കാട് കഴിഞ്ഞിട്ട് കോയമ്പത്തൂർ ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗാന്ധിപുരത്ത് അവിടെ വരെ തന്നെ ഇങ്ങനെ 2 ടോള് ഒരു ടോളെങ്കിലും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പോണ ദൂരങ്ങൾ ഒരു ടോൾ 2-3 ടോളുണ്ട് ഗാന്ധിപുരത്തിനൊക്കെ അടയ്ക്കുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഗാന്ധിപുരത്ത് നിന്ന് ഇപ്പോൾ എൻ്റെ സിസ്റ്ററൊക്കെ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗാന്ധിപുരത്ത് കോവിൽപ്പാളയം എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കോവിൽപ്പാളയം ഒക്കെ പോയിട്ടൊക്കെ അവിടെ പോയി കിടത്തേക്ക് വരാനുള്ള ഒരു ഇതല്ല. ഇവിടെ എത്തിയാണ് മണി 1 തന്നെ ഞങ്ങൾക്ക് നല്ല വിഷപ്പടിച്ചപ്പോഴത്തേക്ക് ഇത് പാലക്കാടിനടുത്തുള്ള ഒരു ഹോട്ടലാണ്. പാലക്കാടിനടുത്തുള്ള ഹോട്ടലാണ്, മലയാളീസിൻ്റെ ഹോട്ടലാണ്. മലയാളികളാണ് ഇവിടെ നടത്തുന്നത്. ഇഷ്ടംപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം നോക്കിയാണ് എല്ലാവരും വാഹനം നിർത്തുന്നത്. അപ്പോൾ ഹോട്ടലിൽ നിർത്തി വണ്ടിയൊക്കെ അടച്ച് സേഫാക്കി. കണ്ടില്ലേ, കുബേര എന്ന് പറഞ്ഞുള്ള ഹോട്ടലാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളെ വണ്ടി. കണ്ടില്ലേ, കിയ സെൽറ്റോസാണ്. സൂപ്പർ വണ്ടിയാണ്. അടിപൊളി കംഫർട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു.
നേരത്തെ ഒന്നും വലുതായിട്ട് ഓടിച്ചിട്ടൊന്നുമില്ല ഈ വണ്ടി. ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് ഈ വണ്ടി ഞാൻ ഓടിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ട് ദിവസം ഒന്ന് ചെറുതായിട്ട് ഓടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഓർമ്മയുണ്ട്. ഈ ഹോട്ടലിൽ കയറി, അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ മലയാളികളും തമിഴന്മാരും എല്ലാം ഒരുമിച്ച് വരും. തമിഴിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന ആൾക്കാർ തമിഴന്മാരും ഉണ്ട്, മലയാളീസും ഉണ്ട്. നല്ല വൃത്തിയൊക്കെ ഉണ്ട്, പക്ഷെ അത്രയ്ക്ക് ആളൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ രാവിലെ ഇറങ്ങിയ സമയത്ത് ഒരു 9 മണിയോടുകൂടി നമ്മളവിടെ നിന്ന് വഴിയിൽ നിന്ന് ഒരു കടയിൽ കയറി ഞങ്ങൾ 3 പേരും ചിക്കനും ഇടിയപ്പവും പൊറോട്ടയൊക്കെ വാങ്ങിച്ച് കഴിച്ച്. അങ്ങനെ എനിക്ക് വലുതായിട്ട് ഇപ്പോൾ ഇറച്ചിയൊന്നും വാങ്ങിച്ച് കഴിക്കണം തോന്നില്ല, കാരണം അതൊക്കെ നേരത്തെ കഴിച്ചുകൊണ്ട് തോന്നിയില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ ചോറ് വാങ്ങിച്ച് കഴിക്കാം, അതായിരിക്കും നല്ലത്. അങ്ങനെ ഞങ്ങൾ അവിടെ കൈയെല്ലാം കഴുകിയിട്ട് നേരെ അത്യാവശ്യം വൃത്തിയുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഫുള്ള് എല്ലായിടത്തും എ സി അവിടെ വരെ എ സികൾ നിരത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രത്യേക ക്യാബിനുണ്ട്, അതിനകത്ത് നല്ല എ സി കിട്ടും. അതായത് ഒരുപാട് ഓപ്പൺ സ്പേസ് പോലെയാണ് ഇരിക്കുന്നത്, എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് എ സികൾ അവർ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കൈയെല്ലാം കഴുകി അവിടെ വന്നിരുന്ന് ഫുഡ് ഓർഡർ ചെയ്ത് ഒരു അപ്പം ബിരിയാണിയോ എന്ത് വേണം വാങ്ങിച്ച് കഴിക്കാം. പക്ഷേ ഞങ്ങൾക്ക് 3 പേർക്കും ബിരിയാണിയോ അങ്ങനെ ഇറച്ചിയൊന്നും വേണ്ടെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ചോറ് വാങ്ങിച്ച് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ ഓർഡർ ചെയ്ത്, പിന്നെ ചോറ് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അവർ തന്നെ പറഞ്ഞു ഒരു എന്തെങ്കിലും മറ്റേ കോളിഫ്ലവറിൻ്റെ ഒരു ഹോട്ടലിലെ ഗോബി മഞ്ചൂരിയൻ. അപ്പോൾ ഗോബി മഞ്ചൂരിയൻ കൂടി ഞങ്ങൾ ഓർഡർ ചെയ്തു. സത്യം പറഞ്ഞാൽ അത് ഓർഡർ ചെയ്യേണ്ടതാണ് പിന്നീട് വിചാരിച്ചത്. കാരണം ചോറ് കഴിച്ച് തീർന്നിട്ട് പോലും ഈ സാധനം എത്തിയിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാമെന്നറിയാമോ? അത് പാഴ്സൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പാഴ്സൽ ചെയ്ത് ചോറെല്ലാം കഴിച്ച് ഇങ്ങനെ ഗോബി മഞ്ചൂരിയൻ എങ്ങനെ ഒരു പാഴ്സലാക്കി എടുത്ത് 1-2 പീസൊക്കെ എടുത്ത് കഴിച്ചു നോക്കി. പിന്നെ അങ്ങോട്ട് പോകണില്ല. എടുത്ത് പാഴ്സൽ ചെയ്ത് നേരെ ഞങ്ങൾ അവിടെ നിന്ന് പാഴ്സൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ക്യാഷും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.